പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. 2025 12-ാമത്തെ മാസം 31-ാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന് വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ കർത്താവായ യേശു രക്ഷകനായ പുത്രനെ ചുംബിച്ച് ഈ യാത്രയിൽ നമ്മെ നടത്തിയ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചനചിന്തയ്ക്കായി സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 8 വേഴ്സ് 12. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ആ സുപരിചിതമായ വാക്കാണ്. സുപരിചിതമല്ല, പക്ഷെ നമുക്ക് അറിയാവുന്നൊരു വാക്ക് അല്ലേ. ഇതെപ്പോഴും സഭാപ്രസംഗം എല്ലാവരും വായിച്ചു കേൾക്കുന്നില്ല. സങ്കീർത്തനങ്ങൾ പോലെയോ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു അങ്ങനെയുള്ള ഫേമസ് വാക്യങ്ങൾ പോലെയുള്ള വാക്യങ്ങളല്ല, ലേഖനത്തിലെ വാക്യങ്ങളൊന്നുമല്ല. പക്ഷേ നമുക്ക് ഈ വാക്യമായിട്ട് നല്ല ഫെമിലിയാരിറ്റി തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ അത് പറയുമ്പോൾ നമുക്ക് നല്ല അടുപ്പം തോന്നുന്നൊരു വാക്ക്. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ഈ വാക്യം എടുക്കുമ്പോൾ ഈ 31-ാം തീയതി അവസാന മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇന്നു വരെയുള്ളതും, 2 നാളെ മുതൽ തുടങ്ങുന്നതും. ഇന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ തുടങ്ങുന്നതും. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർ. ഹല്ലേലൂയ. ആ വാക്ക് കേട്ടോ, ദൈവത്തെ ഭയപ്പെടുന്ന ദൈവഭക്തന്മാർ. ഇങ്ങനൊരു വിഭാഗമുണ്ട്. അടുത്തൊരു വിഭാഗമുണ്ട്, ദൈവത്തെ ഭയപ്പെടാത്ത നടിക്കുന്ന ഭക്തന്മാർ എന്നൊരു വിഭാഗമുണ്ട്. ദൈവത്തെ ഭയപ്പെടാതെ ദൈവഭക്തി നടിക്കുന്ന ഭക്തന്മാർ എന്നൊരു വിഭാഗമുണ്ട്. ഇനി ദൈവമില്ല എന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ട്. അപ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു ചിന്തയിൽ എന്തുകൊണ്ടാണ് ഈ സഭാപ്രസംഗി പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർ? അപ്പൊ 2 തരം ഭക്തന്മാരുണ്ട്. ഒന്ന് ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാരും, ഒന്ന് ദൈവത്തെ ഭയപ്പെടാത്ത എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നുണ്ടെന്ന് നടിക്കുന്ന ഭക്തന്മാരും. ഹല്ലേലൂയ. അതിനകത്ത് ഒന്നാമത്തെ വിഭാഗമുണ്ടല്ലോ, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർ. ഹല്ലേലൂയ. ആ വചനത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ഹല്ലേലൂയ. ഈ വാക്യത്തിന് 2 ഭാഗം പറയാം. നന്മ വരും എന്ന് പറയുന്നത് ഒരു ഭാവി രോധകമായ ഒരു വാചകമാണ്. ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. നന്മ വരുമെന്ന്, ഇനി വരാൻ പോകുമെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ആ വാക്യത്തിനകത്തൊരു വ്യംഗ്യാർത്ഥമുണ്ട്. നന്മ വരുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നിനക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇന്ന് ഈ വചനം ഇങ്ങനെ വായിക്കുമ്പോ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവഭക്തന്മാർക്ക് ഈ വചനത്തിന്റെ 2 ഭാഗമുണ്ട്. ഒന്ന്, നന്മ വന്നിരിക്കുന്നു. കഴിഞ്ഞൊരു വർഷം എടുത്തൊന്ന് പരിശോധിച്ചേ. ദൈവം നടത്തിയ വഴികൾ, ദൈവം ഓപ്പണാക്കിയ വഴികൾ, കൂടിച്ചേരലിന്റെ വഴികൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന വഴികൾ, ഭർത്താവുമായിട്ട് ഒരുമിച്ചാകാൻ ദൈവം തന്ന വഴികൾ, ഭാര്യയോടൊത്താകാൻ ദൈവം തന്ന വഴികൾ, ഒരുമിച്ച് കൂട്ടായ്മയാചരിക്കാൻ ദൈവം തന്ന വഴികൾ, നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം തമ്പുരാൻ മറുപടി അയച്ച വഴികൾ, വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്ദിച്ചോട് മുമ്പിൽ വഴി ഓപ്പണാക്കിയ ആ ദൈവത്തിന്റെ പദ്ധതികൾ, അതേ നമ്മളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിച്ചത്, നമ്മളെ രോഗം അതേ വന്നപ്പോഴും കിടപ്പിലാക്കി കളയാതെ എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തരാക്കിയവൻ, അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ നമ്മളെ നടത്തിയ ദൈവം, തലമുറയ്ക്ക് വിടുതലയച്ച ദൈവം, നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ മറുപടി അയച്ച ദൈവം, പരസ്യ കൊലമാക്കാതെ നമ്മളെ സംരക്ഷിച്ച ദൈവം, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നമ്മളെ കരുതിയ കർത്താവ്. നന്മ എടുത്തെടുത്ത് പറയാൻ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല പേരും കാണുക യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. അതാ ഒന്ന്, നന്മ വന്നിരിക്കുന്ന നന്മകളുണ്ട്. 2, ഇതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് ഭാവിദ്യോതകമായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം പറയുന്നത് നന്മ വരും. ചില നന്മകൾ തടയപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിനക്ക് വാക്തത്വം കിട്ടിയിട്ട് വാക്തത്വത്തിലേക്ക് എത്തിപ്പെടാതെ കയ്യെത്തും ദൂരത്ത് അത് എത്തിയിട്ടും കരത്തിലേക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടോ?
എന്ന് ഉറപ്പിച്ചോ? ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായി അറിയും. ഇതൊരു ഉറപ്പാ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ അത് പറയുമ്പോ ഇതൊരു ഉറപ്പാ കുഞ്ഞെ, ഇതൊരു ഉറപ്പാ. നന്മ വരുമെന്ന് നിശ്ചയമായി ഞാൻ അറിയുന്നു. കാരണം ദൈവത്തിന്റെ അടുത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചു ഒരുവനാണ് പറയുന്നത് നന്മ വരുമെന്ന് നിശ്ചയമാ. ഹല്ലേലൂയ. നന്മ വരുമെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ അറിയുന്നു. ഈ വചനത്തിന്റെ ഒരു ഒറ്റ വാക്കുമായിട്ടേ ഈ സന്ദേശം കഴിയുമ്പോൾ നീ എഴുന്നേറ്റ് പോകാവുള്ളൂ. ഈ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് ഒരു 3 വാക്കില്ലേ? ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് അവിടെ നിന്റെ പേരങ്ങ് എഴുതി ചേർത്തേ. അന്നമ്മ, നിന്റെ പേരങ്ങ് എഴുതി ചേർത്തേ. കുഞ്ഞുമോൾ, നിന്റെ പേരങ്ങ് എഴുതി ചേർത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പേരൊന്ന് എഴുതി ചേർത്തേ. ബ്ലെസ്സി, ആൽവിൻ, നിന്റെ പേരൊന്ന് എഴുതി ചേർത്തേ. നിന്റെ പേരെന്ന് പറഞ്ഞേ. ആ 3 വാക്കുകൾ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർ, അത് എൻ്റെ ആ പേരെന്ന് എഴുതി ചേർത്തേ. എന്നിട്ട് അടുത്തത് പറ, എനിക്ക് നന്മ വരുമെന്ന്. ദൈവത്തെ ഭയപ്പെടുന്ന, വാസ്തവമായി ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവഭക്തിയോടിരിക്കുന്ന, യഹോവ ഭക്തിയോടിരിക്കുന്ന പുരുഷനെ നിന്നോടാ പറയുന്നത്. യഹോവ ഭക്തിയോടിരിക്കുന്ന ദൈവത്തിന്റെ ദാസിയെ നിന്നോടാ പറയുന്നത്, നിന്നോട് മാത്രമാ പറയുന്നത്, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. 128 സങ്കീർത്തനത്തിൽ ആ വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് വഴികൾ നടക്കുന്ന യവന് ഭാഗ്യവാൻ. അവന്റെ അവസാനം പറയുന്നു, നിനക്ക് നന്മ വരും. യഹോവയെ ഭയപ്പെട്ട് ദൈവ വഴിയിൽ നടക്കുന്ന കുഞ്ഞേ, നിനക്ക് നന്മ വരും. നിന്റെ നന്മയെ തടയാമെന്ന് പിശാച് വിചാരിച്ചാലും, ഈ ലോകത്തിൽ ആരൊക്കെ വിചാരിച്ചാലും തടയപ്പെടാതെ, അതേ തടയപ്പെട്ട് വെക്കാം, നിന്നെ തീർത്തു കളയാമെന്ന് വിചാരിച്ചാലും അത് തടയപ്പെടാതെ അതിനെ ലോകത്തിന് സത്യത്തെ 3 ദിവസത്തേക്ക്, വെള്ളി ശനിയും അതേ ആ 2 ദിവസത്തേക്ക് അടക്കി 3 ദിവസത്തേക്ക്, ആ ശനിയാഴ്ച രാത്രി കൂടെ കഴിഞ്ഞ് ഞായറാഴ്ച പ്രഭാതം പൊട്ടി പുറപ്പെടുമ്പോൾ സത്യം പുറത്തു വരും. അടക്കി വെക്കാൻ കഴിയത്തില്ല, അതിനെ തടയാൻ പറ്റത്തില്ല. കുഞ്ഞെ, ഇതുപോലെ നീ ദൈവഭക്തനായത് നിന്റെ നന്മയെ തടയാൻ പറ്റത്തില്ല. അതൊരു പക്ഷെ ലേറ്റ് ആക്കാൻ പറ്റും, പക്ഷെ തടയാൻ പറ്റത്തില്ല. ദാനിയേലിനോട് പറഞ്ഞു, ആകാശമണ്ഡലത്തിൽ നന്മ അതേ തടയപ്പെട്ടു, ലേറ്റായി പോയി. 1-ാം ദിവസം തുടങ്ങി 21-ാം ദിവസം വരെ. പക്ഷേ താമസിപ്പിക്കാനേ പറ്റത്തുള്ളൂ, നിന്റെ കരത്തിലെത്തിക്കും. പക്ഷെ അത് ദൈവത്തിന്റെ ടൈം ആയിരിക്കും. നിന്റെ നന്മയെ തടയാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അതോ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ദൈവം നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നുവെങ്കിൽ, നീ ഒരു യഹോവ ഭക്തനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ, നിനക്ക് നന്മ വരും കുഞ്ഞെ. അത് നിശ്ചയം. നിനക്ക് നന്മ വരുമെന്ന് നിശ്ചയം അറിയുന്നു. ഇന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ചിലപ്പോൾ ഒരു സങ്കടത്തില്ല, കർത്താവേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ഇത് ഹന്നയെ നോക്കി സ്വർഗം പറഞ്ഞു, ഹന്നേ കുഞ്ഞെ, പ്രാർത്ഥിക്കുന്ന നിനക്ക് നന്മ വരും. യഹോവഭക്തി ആയിരിക്കുന്ന ഹന്നേ, നിനക്ക് നന്മ വരും. പ്രാർത്ഥിക്കുന്ന ഈ എലിസബത്തിനെ നോക്കി സ്വർഗം പറഞ്ഞു, നിനക്ക് നന്മ വരും. പ്രാർത്ഥിക്കുന്ന യഹോവഭക്തനായ സെക്കരിയാവിനെ നോക്കി സ്വർഗം പറഞ്ഞു, നിനക്ക്, അതേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. Glory to God. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മറുപടി അയക്കുന്ന ഒരു ദൈവമുണ്ട് കുഞ്ഞെ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയം അറിയുന്നു. നന്മ വരുമെന്ന് അത് നിശ്ചയമായി ദൈവം അത് വെളിപ്പെടുത്തി തട്ടെ. നന്മ വരും, നിശ്ചയം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആണ്ടിന്റെ ഈ അവസാനത്തെ മാസം, അവസാനത്തെ പ്രഭാതത്തിൽ ദൈവജനം കേൾക്കുമ്പോൾ ആ വചനം ജനത്തെ ഉറപ്പിക്കുന്നു. അതേ നന്മ വരുമെന്ന്. നന്മ നിനക്ക്, യഹോവ ഭക്തനായി, വാസ്തവമായി ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനായി നിനക്ക് നന്മ വരുമെന്ന് നിശ്ചയം ഞാൻ അറിയുന്നു. കർത്താവെ, അഭിഷിക്ത അധികാരത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. നന്മ വരുമെന്ന് നിശ്ചയമായി ഉറപ്പിക്കുന്നു. ആത്മാവിൽ ബലപ്പെടുത്തും, അസാധാരണമായി ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കരം കൂടുതലായി നന്ദി. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. യഹോവ കൂടിയിരിക്കുക, ആത്മാവിൽ ബലപ്പെടുത്തും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവമുഖത്തോടെ നിടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.